കൊടുങ്ങല്ലൂരമ്മ കുറത്തിയാണ്. മലയാളപ്പുഴ ഭഗവതി കുറത്തിയാണ്. പ്രസിദ്ധമായ ആറ്റുകാലമ്മ കുറത്തിയാണ്. സംഘകാലത്തിൽ മുഴുവൻ രാജാക്കന്മാരും കുറവന്മാരാണ്. ആ കണ്ണകി അവിടെ നിന്ന് വന്നിട്ടാണ് കൊടുങ്ങല്ലൂരമ്മയായത്. എന്താണ് ഈ ശബരിമല എന്ന് പറയുന്ന സംഭവം? അയ്യപ്പൻ പോയി ആ കാട്ടെരുമയെ കൊല്ലുകയും ചെയ്തു. ആ എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലിയായി ഇപ്പോൾ നമ്മൾ എരുമേലി എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ ഭാഗം. ആഹാര സാധനങ്ങൾ വേട്ടയാടി കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം നടത്തും. അവരൊരു തുള്ളൽ നടത്തും. ആ തുള്ളലിൻ്റെ ബാക്കി പത്രമാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ എന്ന് പറയപ്പെടുന്ന സാധനം. വേട്ടതുള്ളലാണ്. വേട്ടതുള്ളി കഴിഞ്ഞിട്ട് മകരവിളക്കിൻ്റെ വിളക്ക് തെളിയിക്കുന്ന ഒരു ആചാരം അവിടെ വരുന്നത് ഈ ഊരാളി കുറുമറിൽ നിന്നാണ്. അരജ വിഭാഗത്തിലെ മരയില വിഭാഗത്തിലെ രാജാവിൻ്റെ മകൾ രാജകുമാരി. ആ രാജകുമാരിയിലാണ് 12 രാജാവിനൊരു മകൻ ജനിച്ചത്. ആ മകനാണ് മണികണ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന ഓസ്ട്രിക് ജനങ്ങളുടെ ഭാഷയിൽ നദിക്ക് വിളിക്കുന്ന പേരാണ് ഗംഗ്. ഗംഗ് എന്ന് വിളിച്ചാണ് ഗംഗ എന്നായി മാറിപ്പോയെന്നാണ്. എല്ലാ ക്ഷേത്രത്തിനും ഒരു ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, വിശ്വാസസംഹിതയുണ്ട്. ആ വിശ്വാസത്തിനോ ആചാരത്തിനോ ഒരു എതിർപ്പുമല്ല സത്യം പറയുന്നു. സത്യം ജനങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, ആചാരം അനുഷ്ഠിക്കുന്നവർ ആചാരം അനുഷ്ഠിക്കുക. ആ ശബരിമല ഉത്തരോത്തരം മുന്നേറിപ്പോണം, അത്രയും മാത്രമേ ആഗ്രഹമുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായി ഘട്ടം ഘട്ടമായി അത് മനസ്സിലാക്കണം. ഒന്നുകിൽ അബദ്ധധാരണയിലെങ്കിലും മാറ്റണം. ഒന്നാം ഭാഗം എന്ന് പറയുന്നത് എന്താണ് ഈ ശബരിമല എന്ന് പറയുന്ന സംഭവം എന്നുള്ളതാണ്. ശബരിമല എന്ന് പറയുന്നത് 18 ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു 6500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളൊരു ഭൂപ്രദേശമാണ് ശബരിമലയും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏരിയയും. അതിൻ്റെ ഒറിജിനൽ അവകാശികൾ 18 ആദിവാസികളാണ്. ഈ ആദിവാസികളെ പറ്റി പഠിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ ശബരിമല ആ രീതിയിലായത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ശബരിമലയിലെ ആദിവാസികൾ, ആദ്യത്തെ ആദിവാസികൾ മലയർ എന്ന് പറയുന്നൊരു ആദിവാസിയാണ്. അവർ ഒറിജിനലി ഒരു നീഗ്രിറ്റോയിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ജനവിഭാഗമാണ്. അവർ ശബരിമലയിലെ നടപ്പാതകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും അവിടെ കൃത്യമായ ട്രാഫിക് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് മലയർ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. രണ്ടാമത് അവിടെയുള്ള ആളുകൾ മണ്ണാൻ എന്ന് പറയുന്ന ആളുകളാണ്. ഈ മണ്ണാൻ എന്ന് പറയുന്ന ആളുകൾ തേൻ ശേഖരിക്കുകയും വനത്തിലെ വിഭവങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ഈ മണ്ണാൻ എന്ന് പറഞ്ഞ ജനവിഭാഗം ഒറിജിനലി ഇന്ത്യക്കാരല്ല. അവർ മെഡിറ്ററേനിയൻ കടലിലെ മിനോവൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ജനവിഭാഗമാണ്. മിനോവൻ സംസ്കാരം വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ ജനം അറബിക്കടലിലൂടെ ക്രോസ് ചെയ്ത് കേരള തീരത്തെത്തി. കേരളത്തിലെത്തിയപ്പോൾ ഈ മിനോവൻ എന്നുള്ള വാക്ക് മണ്ണാൻ എന്നായി മാറി. അവരവിടുന്ന് കൊണ്ടുവന്ന ഒരുപാട് വിശ്വാസ സംഹിതകളുണ്ട്. അതിലൊന്നാണ് മുത്തപ്പൻ സങ്കല്പം, മുത്തപ്പൻ സങ്കല്പം. മലബാറിലെ മുത്തപ്പൻ്റെ പാട്ട് തുടങ്ങുന്നത് തന്നെ പാക്കപ്പലിൽ ഞങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് കടലിനപ്പുറത്തുനിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്ന ആ കഥ മുത്തപ്പൻ പാട്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനവിഭാഗം മെഡിറ്ററേനിയൻ റേസാണ്. അവർ വന്നതാണ് മണ്ണാൻ എന്ന് പറഞ്ഞൊരു ഭാഗം. മൂന്നാമത്തുള്ളത് ഊരാളീസ് എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവനാണ് പൊന്നമ്പലമേടിൻ്റെ ഭരണാധികാരികൾ, മകരവിളക്ക് കത്തിക്കുന്ന പൊന്നമ്പലമേട്. ഊരാളീസ് എന്ന് പറഞ്ഞാൽ ഊരിനെ ഭരിക്കുന്നവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓരോ ഗ്രാമത്തിനും ഭരിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു. അങ്ങനെ പൊന്നമ്പലമേട്ടിൽ പൊന്നമ്പലമേട്ടിൽ തന്നെ 500ഓളം വീടിൻ്റെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് വെറും കാടാണ്. അപ്പോൾ അതിൻ്റെ അടിത്തറ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ അന്നുണ്ടായിരുന്ന ജനവിഭാഗം ഊരിനെ ഭരിക്കാനുള്ള അവകാശമുള്ളവരാണ് ഊരാളികൾ എന്ന് പറയുന്ന ജനവിഭാഗം. അത് കഴിഞ്ഞ് വരുന്നത് പണിയർ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. പണിയർ കർഷകരായിരുന്നു. ഈ പണികളെന്ന് പറയുന്നവർ ഋഗ്വേദവുമായി ബന്ധപ്പെട്ടവരാണ്. ഋഗ്വേദ കാലത്ത് അവർ കച്ചവടം ചെയ്തിരുന്നു. അവർ കച്ചവടം ചെയ്യാനായിട്ട് വള്ളങ്ങളും ബോട്ടുകളൊക്കെ ഉണ്ടാക്കി അവരവിടുന്ന് കടൽ കടന്നു പോയി ബിസിനസ് ചെയ്തിരുന്നു. അവർ പ്രധാനമായിട്ട് പോയിരുന്ന സ്ഥലം ആണ് ഈ ഹാരപ്പ എന്ന സ്ഥലത്തു നിന്നാണ് അവർ പ്രധാനമായിട്ട് പോയിരുന്നൊരു സ്ഥലം. ഹാരപ്പായെ അവർ മെലൂഹ എന്നാണ് വിളിച്ചിരുന്നത്. ആ മെലൂഹയിൽ നിന്നൊരു കച്ചവടക്കാരനോ രാജകുമാരനോട് പോയി അവർ കുവൈറ്റിൽ വെച്ച് പിടിക്കപ്പെട്ടു. അവിടെ കാര്യങ്ങളൊക്കെ
മെഡിറ്ററേനിയൻ റെക്കോർഡ്സ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ്. ഈ പണികൾ മെലൂഹയിൽ താമസിക്കുന്നവരെ മെലൂഹ കച്ചർ എന്ന് വിളിച്ചിരുന്നു. അതാണ് ഹിന്ദിയിൽ നമ്മൾ മ്ലേച്ഛ, താഴ്ന്ന ജാതിക്ക് വിളിക്കുന്ന മ്ലേച്ഛ എന്ന വാക്കുണ്ടാകാനുള്ള കാരണം. ഈ പണികൾ അവിടുന്ന് കേരള തീരത്തേക്ക് എത്തി. ഒരു കച്ചവടക്കാരായിരുന്നു. ഈ പണി എന്നുള്ള വാക്കിൽ നിന്നാണ് വണികൻ എന്ന് പറയുന്നത്. കച്ചവടക്കാർക്ക് വണിക് എന്ന വാക്കുണ്ടായത് ഈ ഋഗ്വേദ കാലത്തുണ്ടായിരുന്ന സൈന്ധവ നദീ സംസ്കാരത്തിലുണ്ടായിരുന്ന വണിക്കുകളിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്ന ജനവിഭാഗമാണ് ഈ പണികളെന്ന ജനവിഭാഗം. അവരും മലയിൽ വന്നിട്ട് അന്നത്തെ 1000 കൊല്ലം അത് വലിയ കച്ചവട കേന്ദ്രമായിരുന്നപ്പോൾ അവിടെ വന്ന് കച്ചവടം നടത്തിയിരുന്നവരാണ്. കടൽ നെക്രോസ് കച്ചവടം നടത്തിയവരാണ്. അവർ സെറ്റ് ചെയ്യുന്നവരാണ് ഈ പണിയർ എന്ന് പറയുന്ന ജനവിഭാഗം. മൂന്നാമത്തത് മലമ്പണ്ടാരം എന്ന് പറയുന്നവരാണ്. അത് വലിയ സംസ്കാരമായിരുന്ന കാലത്ത് ഈ പണമിടപാടുകൾ നടത്തിയിരുന്ന ജനവിഭാഗമാണ്. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ ട്രഷറി, രാജാവിൻ്റെയും മറ്റുള്ളവർക്ക് ട്രഷറി കൺട്രോൾ ചെയ്തിരുന്ന, പണം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഈ അവർ സംസ്കാരമൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ അവിടെ താമസിച്ചു. അവരാണ് മലമ്പണ്ടാരം എന്നായത്. ആറാമത്തെ ജനവിഭാഗം ഈ കാണിക്കാർ എന്ന് പറഞ്ഞ ജനവിഭാഗമാണ്. ഈ കാണിക്കാർ എന്ന് പറയുന്നത് നാഗർകോവിൽ തൊട്ട് നെയ്യാറ്റിൻകര തൊട്ട് ഇങ്ങനെ കൊല്ലം, പത്തനംതിട്ട കോസ്റ്റ് തൊട്ട് ഇടുക്കി വരെ പരന്നെടുക്കുന്ന ജനവിഭാഗമാണ്. കാണിക്കാർ വലിയ വൈദ്യന്മാരായിരുന്നു. അവർ ഈ നാട്ടിലെ നാട്ടുവൈദ്യം എന്ന സംഭവം നടത്തുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. നമ്മൾ കാണിക്കാരുടെ ദേശത്ത് പോയിട്ട് മല കയറുമ്പം 100 അടി കയറുമ്പോൾ നമ്മൾ അണയ്ക്കാൻ തുടങ്ങും. കാണിക്കാർ അണയ്ക്കത്തില്ല. എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ അണയ്ക്കാത്ത? അവരൊരു ചെടിയുടെ വേര് തന്നു, ഇത് സാറ് ചവയ്ക്കാൻ പറഞ്ഞു. ഞാനന്ന് SP ആണ്, പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പലാണ്. അവർ തന്നെ ആ വേരങ്ങോട്ട് വായിലിട്ട് ചവച്ചപ്പം അണപ്പങ്ങ് നിന്നു. ഞാൻ സുഖമായിട്ട് മല കയറി ഇറങ്ങി. അതാണ് നെടുങ്കല്ലൂർ പച്ച എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കക്കാരാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കക്കാർ മരുന്ന് കണ്ടുപിടിക്കും, നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരമാണ്. അങ്ങനെ നെയ്യാറ്റിൻകരയും നാഗർകോവിലിനടുത്ത പാറശാല തൊട്ട് അങ്ങ് ഇടുക്കി വരെ പരന്നു കിടക്കുന്ന ജനവിഭാഗമാണ് വൈദ്യന്മാരാണ് കാണിക്കാർ. അവരുടെ ഒരു ഭാഗമാണ് ശബരിമലയിലെ കാണിക്കാർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഊരാളി കുർമർ എന്ന് പറയുന്നവരാണ്. ഊരാളി കുർമർ അവർ കുർമ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ അഗ്നി കൊണ്ട് ആരാധിക്കുന്നവരാണ്. അവർ ആര്യവർഗ്ഗക്കാരാണ്. ഈ ആര്യന്മാർ യാഗവും യജ്ഞവും നടത്തുന്ന പോലെ അഗ്നി കൊണ്ട് യാഗവും യജ്ഞവും നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഈ മകരവിളക്കിൻ്റെ വിളക്ക് തെളിയിക്കുന്ന ഒരു ആചാരം അവിടെ വരുന്നത് ഈ ഊരാളി കുറുമറിൽ നിന്നാണ്. അവർ ഫയർ വർഷിപ്പേഴ്സാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നവർ മുതുവർ എന്ന് പറഞ്ഞ ജനവിഭാഗമാണ്. ഈ മുതുവർ എന്ന് പറഞ്ഞ ജനവിഭാഗം തമിഴ്നാട്ടിലെ നാഗർകോവിലും തൊട്ട് കോയമ്പത്തൂർ താമസിക്കുന്ന ജനവിഭാഗമാണ്. അവർ രാജവംശമായിരുന്നു. അവർ 6-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശം പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ ആ മുതുവർ രാജാക്കന്മാരും അവരെല്ലാം കൂടി കാട്ടിലേക്ക് വന്നിട്ട് ശബരിമലയിൽ കയറി താമസിച്ചിരുന്നതാണ് മുതുവർ. അവർ ഫോറസ്റ്റ് പ്രൊഡ്യൂസൊക്കെ എടുക്കുന്നവരാണ്. അടുത്തത് മലങ്കുറവർ എന്ന് പറയുന്നവരാണ്. ഈ കുറവർ എന്ന് പറയുന്ന ജനവിഭാഗം കേരളം ഭരിച്ച ഒരു വലിയ രാജവംശമായിരുന്നു. സംഘകാലം എടുക്കുമ്പോൾ സംഘകാലത്തിൽ മുഴുവൻ രാജാക്കന്മാരും കുറവന്മാരാണ്. കോവിലൻ കുറവനാണ്. നമ്മൾ ചിലപ്പതികാരത്തിൽ പറയുന്ന കണ്ണകി ഒരു കുറത്തി സ്ത്രീയാണ്. ആ കണ്ണകി അവിടെ നിന്ന് വന്നിട്ടാണ് കൊടുങ്ങല്ലൂരമ്മയായത്. കൊടുങ്ങല്ലൂരമ്മ കുറത്തിയാണ്. മലയാലപ്പുഴ ഭഗവതി കുറത്തിയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ആറ്റുകാലമ്മ കുറത്തിയാണ്. രാജവംശമാണ്. സംഘകാലത്തിൽ പ്രസിദ്ധ എഴുത്തുകാരുണ്ടായിരുന്നു. എഴുത്തുകാരെന്ന് പറയപ്പെടുന്ന കുറമകൾ ചാത്തി, വണ്ണാത്തി, ഇവരെല്ലാം കുറത്തികളാണ്. ഭയങ്കര എഴുത്തുകാരായിരുന്നു. ആ കുറവരെ നമ്മൾ കേരളത്തിൽ വലിയ തലസ്ഥാനമായിരുന്നു മലനട. കൊല്ലത്തിനടുത്തുള്ള ശാസ്താംകോട്ടയ്ക്കടുത്തുള്ള മലനട. അവിടെയായിരുന്നു അവിടെ രാജാവുണ്ടായിരുന്നു. ഈ മലനടയിലെ കുറവ രാജാവും വേണാട് രാജാവും തമ്മിലുള്ള ഒരു തർക്കം ഉള്ളൂർ രാമസ്വാമിയർ അദ്ദേഹത്തിൻ്റെ കേരള ഭാഷാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുറവരെ നമ്മൾ കേരളത്തിൽ വിളിക്കുന്നത് സിദ്ധനർ സൊസൈറ്റി എന്നാണ്. സിദ്ധാർത്ഥർ, അതായത് ബുദ്ധമതം സിദ്ധാർത്ഥ അല്ലെങ്കിൽ ബുദ്ധൻ്റെ കൂടെ പോയവർ സിദ്ധാർത്ഥർ, ജൈനമതം സ്വീകരിച്ചുകൊണ്ട് അവരെ ജിനർ എന്ന് വിളിച്ചു. സിദ്ധാർത്ഥരും ജിനരും കൂടെ ചേർന്നുകൊണ്ടാണ് സിദ്ധനർ എന്ന് വിളിക്കുന്നത്, സിദ്ധനർ സൊസൈറ്റി എന്നവരെ വിളിക്കുന്നത്. അപ്പോൾ ഈ കുറവരെന്ന് പറയുന്നത് അവിടെ പ്രസിദ്ധമായ ബുദ്ധമത ജൈനമത രാജവംശം ഉണ്ടായിരുന്നപ്പോൾ കളബ്ര രാജവംശത്തിൻ്റെ പടയാളികളൊക്കെ ആയിരുന്ന ജനവിഭാഗമാണ്. അവർ അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ അവർ കൊല്ലം, പത്തനംതിട്ട ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളും താമസിച്ചു. അതാണ് കുറവർ. ആ കുറവർ ഒരു വിഭാഗം മലയിൽ കയറി താമസമാണ് മലങ്കുറവർ എന്നവരറിയപ്പെടുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ വരുന്നത് മലവേടർ എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷികളെ കൈകാര്യം ചെയ്യാനും
പക്ഷിക്കൂടുണ്ടാക്കി അവരെ പിടിച്ചിട്ട് താഴെ കൊണ്ടുവരാനൊക്കെ അവർ വലിയ കഴിവുള്ളവരായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു രാജവംശം ഉണ്ടായിരുന്നു. വേടന്മാരുടെ വലിയ രാജവംശത്തിലെ രാജാക്കന്മാരുടെ കഥ പ്രാചീന തമിഴ് സാഹിത്യത്തിലെ വലിയൊരു ഭാഗമാണ്. അവരെ കോയമ്പത്തൂർ ദേശത്ത് നിന്ന് കുടിയേറി വന്നവരാണ് ഈ മലവേടർ എന്ന് പറയുന്ന ജനവിഭാഗം. പിന്നെ വരുന്നത് കുറിച്യന്മാരാണ്. കുറിച്യന്മാർ വയനാട് തൊട്ട് പാലക്കാട് തൊട്ട് ഇടുക്കി തൊട്ട് പത്തനംതിട്ട വരെ പരന്നു കിടക്കുന്ന ജനവിഭാഗമാണ്. അവർ 1725 വരെ രാജാക്കന്മാരായിരുന്നു. 1725 കാസർഗോഡ് നിന്ന് ഉദുമയിൽ നിന്ന് വരുന്ന രാജവംശം കുറിച്യരെ പരാജയപ്പെടുത്തുകയും അവിടെ രാജാധിപത്യം പോവുകയും ചെയ്യുന്നു. പഴശ്ശിരാജാവിൻ്റെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സമരം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സേനാനായകൻ തലക്കൽ ചന്തു ഒരു കുറിച്യനാണ്. കുറിച്യർക്ക് ബ്രാഹ്മണരെ പോലും തീണ്ടൽ തൊഴിലാണ്. കാരണം അവർ രാജാക്കന്മാരായിരുന്നു, അവർ പ്രസിദ്ധമായ രാജവംശമായിരുന്നു. ആ കുറിച്യരുടെ ഒരു അംശമാണ് പിന്നെ അവർ നല്ലപോലെ അമ്പയക്കാനും ഒക്കെ വളരെ മിടുക്കരായ ജനവിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് കരമ്പാളാർ എന്ന് പറയുന്ന ഒരു ജനവിഭാഗമാണ്. അവർ ആനയെ മേയ്ക്കുന്ന ആൾക്കാരാണ്. കാട്ടിൽ നിന്ന് ആനയെ പിടിച്ച് അതിനെ മെരുക്കി രാജാക്കന്മാർക്ക് ആനപ്പട ഉണ്ടാക്കുന്ന ആളുകളാണ്. ഈ കരിമ്പാലർ എന്ന് പറയുന്ന ആൾക്കാർ അവർ കളപ്പുറ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് അവരുടെ ആനപ്പടയെ നയിച്ചിരുന്ന ആളുകളാണ് കരിമ്പാലർ എന്ന് പറയുന്നത്. ആനയെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. അയ്യപ്പൻ യുദ്ധത്തിന് പോകുമ്പം അയ്യപ്പൻ ആനപ്പടയെ നിയന്ത്രിച്ചിരുന്നത് കരിമ്പാലറായിരുന്നു. അയ്യപ്പൻ്റെ കാലത്തിന് ശേഷം അവർ വനത്തിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 13ാമത്തെ ജനവിഭാഗം എന്ന് പറയുന്നത് മലയരയർ എന്ന് പറയുന്നൊരു ജനവിഭാഗമാണ്. മലയരയർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ഈ രാജവംശം ഉണ്ടായിരുന്ന കാലത്ത് 8ാം നൂറ്റാണ്ടിൽ ഈ വനങ്ങളുടെയും മലകളുടെയും ഭരണം അത് നാട്ടുകാരെ ഏൽപ്പിച്ചു. അങ്ങനെ ഈ മലമ്പ്രദേശത്തെ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്കാരെ അരജൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നർത്ഥം, മലയുടെ രാജാവെന്ന് പേരിട്ടു. അങ്ങനെ ശബരിമല ഉൾപ്പെട്ട മേഖലയിലെ ഭരിക്കാൻ ഏൽപ്പിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരാണ് മലയരയർ എന്ന് പറയുന്ന ജനവിഭാഗം. അരജർ അത് രാജാക്കന്മാർ കൊടുത്തൊരു സ്ഥാനമാണ്. ഈ അരജ വിഭാഗത്തിലെ മലയല വിഭാഗത്തിലെ രാജാവിൻ്റെ മകൾ രാജകുമാരി, ആ രാജകുമാരിയിലാണ് 12 രാജാവിനൊരു മകൻ ജനിച്ചത്. ആ മകനാണ് മണികണ്ഠൻ എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരൻ. മലയരയൻ കഴിഞ്ഞാൽ പിന്നെ 14ാമത്തെ ജനവിഭാഗം എന്ന് പറയുന്നത് പള്ളിയൻസ് എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവർ ഈ ഗുഹകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഗുഹകളിൽ കലാപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ പള്ളിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ. 15ാമത്തെ ആൾക്കാർ കാടർ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവർ കാടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ്, കാടിനെ മാനേജ് ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരായിരുന്നു. ഈ പമ്പയാറിനെയും നദികളെയും ശുദ്ധമായി സൂക്ഷിക്കാനും അതുവഴി കടത്ത് സമ്പ്രദായം നടത്തുകയും ചെയ്യുന്നത് കാടറുടെ ജോലിയായിരുന്നു. അങ്ങനെ കടത്തുകൾ അവർ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. 16ാമത് വരുന്നവരാണ് ഇരുളർ എന്ന് പറയുന്ന ജനവിഭാഗം. ഇരുളർ ട്രാക്കേഴ്സായിരുന്നു. ഈ വനം പാതകൾ ട്രാക്ക് ചെയ്യാൻ വളരെ മിടുക്കരായിരുന്നു. അപ്പോൾ ഇരുളർ എന്ന് പറയുന്നത് തദ്ദേശീയരായ കാലമല്ല, അവർ പോട്രോ അസ്ലോയിഡ്സ് എന്ന് പറഞ്ഞ ജനവിഭാഗമാണ്. ആന്ത്രോപോളജി പറയുമ്പം അവരെ ഓസ്ട്രിക് ജനവിഭാഗം എന്ന് പറയും. ഈ ഓസ്ട്രിക് ജനവിഭാഗം വന്ന് ഗംഗാനദി തീരത്ത് താമസിച്ചു. ഗംഗാനദിക്ക് പേരിട്ട് തന്നെ അവരാണെന്നാണ് പറയുന്നത്. ഈ അവരുടെ ഭാഷയിൽ, ഓസ്ട്രിക് ജനങ്ങളുടെ ഭാഷയിൽ നദിക്ക് വിളിക്കുന്ന പേരാണ് ഗംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഗംഗ് എന്ന് വിളിച്ചാണ് ഗംഗ എന്നായി മാറിപ്പോയെന്നാണ് പറയുന്നത്. അവരുടെ ജനവിഭാഗത്തിൽ പെട്ടതായിരുന്നു സത്യവതി എന്ന് പറയപ്പെടുന്ന സ്ത്രീ, വേദവ്യാസൻ്റെ അമ്മ. ഈ പ്രോട്ടോസ്ലോയിഡ് ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അവർക്ക് കേരളത്തിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇരുളർ, മറ്റേത് ഉള്ളാടർ എന്ന് പറയുന്ന ജനവിഭാഗമാണ്. അവരിവിടുന്ന് ഗംഗാനദി തീരത്ത് നിന്നവർ പിന്നെ നേരെ ആസാം വഴി അവർ ബർമയിലോട്ടും വിയറ്റ്നാമിലോട്ടും പോയി. അങ്ങനെ അവിടുത്തെ നദികൾക്കും മെക്കോങ് തുടങ്ങിയ ഗാങ് ചേർത്താണ് പേരിടുന്നത്. ഓസ്ട്രേലിയയിൽ ചെന്ന് അവരവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി. അതുകൊണ്ടാണ് അവരെ ഓസ്ട്രേലിയ പീപ്പിളിനെ പ്രോട്ടോ ഓസ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവർ ഓസ്ട്രേലിയയിൽ ചെന്ന്, ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡ് താമസിച്ച ഒരു ഭാഗമാണ് മവോറീസ്. മവോറീസ് അവിടെ ചെന്നിട്ട് ഈ വാക്ക് ഉപയോഗിച്ചു.
അവിടെ ഒരേ ഡയറക്ഷനിൽ പോയി നദി ചിലപ്പോൾ തിരിഞ്ഞൊഴുകി വരും. അതിനെ അവർ വിളിച്ച ഗുളാഗാങ് എന്നാണ്. ഗുളാഗോങ് അല്ലെങ്കിൽ ഗുളാഗാങ്. അങ്ങനെ ഗംഗ എന്നുള്ള വാക്കങ്ങ് ഓസ്ട്രേലിയ വരെ പോയി. ഓസ്ട്രേലിയ മൗറികളെ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അവർ തമിഴ്നാട്ടിലും കേരളത്തിൽ താമസിക്കുന്ന ഇരുളരുടെയും ഉള്ളാടരുടെയും അതേ അതേ DNA ആണ്. അപ്പോൾ അങ്ങനെ മൗറീസ് തൊട്ട് ഗംഗാനദിയിലെ ദാസരാജ്ഞിയുടെ മകൾ സത്യവതി വരെ നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഭാഗമാണ് ഇവിടെയുള്ള ഇരുളർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ. 17ാം ജനവിഭാഗം കാട്ടുനായ്ക്കന്മാർ എന്നുള്ളതാണ്. കാട്ടുനായ്ക്കൻ അതായത് കാടിൻ്റെ നായകൻ, ഫോറസ്റ്റ് ഏരിയയെ നിയന്ത്രിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ടാണ് നായകൻ അല്ലെങ്കിൽ കാട്ടുനായ്ക്കൻ എന്ന് അവരെ വിളിക്കുന്നത്. അവർ നല്ലപോലെ ഹണ്ട് ചെയ്യും, അവർ അവിടുത്തെ ഇതെല്ലാം കൊണ്ടുവരും. 18ാമതായിട്ടുള്ള ആളുകളാണ് വേടൻ എന്ന് പറയുന്ന ജനവിഭാഗം. അവർ നല്ല ഹണ്ടറായിരുന്നു. നല്ല ഈ ആഹാര സാധനങ്ങൾ വേട്ടയാടി കിട്ടിക്കഴിഞ്ഞാൽ അവർ നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം നടത്തും. അപ്പോൾ CM ജോർജ് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകത്തിൽ പറയും, സിവിലൈസേഷൻ സ്റ്റാർട്ടഡ് വെൻ ദ ഹണ്ടർ ആഫ്റ്റർ ഹണ്ടിങ് ഇൻസ്റ്റെഡ് ഓഫ് സിറ്റിംഗ് ഡൗൺ ആൻഡ് എൻജോയിങ് ദ ഫ്രൂട്ട് ബ്രോഡ് ദ ആനിമൽ ബോഡി ടു ദ വില്ലേജ് ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് എവരിബഡി. അതാണ് സിവിലൈസേഷൻ്റെ തുടക്കം. അപ്പോൾ ഈ വേടൻ വേട്ടയാടി കഴിഞ്ഞാൽ അവർ വന്നിട്ട് മൃഗത്തിൻ്റെ അതുകൊണ്ട് ഗ്രാമത്തിന് നടുക്ക് വെച്ച ശേഷം അവരൊരു തുള്ളൽ നടത്തും. ആ തുള്ളലിൻ്റെ ബാക്കി പത്രമാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ എന്ന് പറയപ്പെടുന്ന സാധനം. വേട്ടതുള്ളലാണ്. വേട്ടതുള്ളി കഴിഞ്ഞിട്ട് അതാണ് പേട്ടതുള്ളലായി അവശേഷിക്കുന്നത്. എരുമേലി തൊട്ടുള്ള പ്രദേശങ്ങളിലെ പ്രധാന ജനവിഭാഗം ഈ വേടനായിരുന്നു. വേടർ അല്ലെങ്കിൽ വേടൻ. അപ്പോൾ അവർക്കാണ് ഈ കാട്ടെരുമ വലിയ പ്രശ്നമായി വരികയും അയ്യപ്പൻ പോയി ആ കാട്ടെരുമയെ കൊല്ലുകയും ചെയ്തു. ആ എരുമയെ കൊന്ന സ്ഥലം എരുമക്കൊല്ലിയായി ഇപ്പോൾ നമ്മൾ എരുമേലി എന്ന് വിളിക്കപ്പെടുന്ന ജനവിഭാഗം. അപ്പോൾ ഈ 18 ജനവിഭാഗങ്ങളാണ് ശബരിമല വനഭൂമിയിലും ചുറ്റുമായി താമസിക്കുന്നത്. അത് ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടൽ തൊട്ട് ഓസ്ട്രിയ തൊട്ട് ഗംഗാനദി തീരം തൊട്ട് അങ്ങ് ഓസ്ട്രേലിയയും ബർമയും വിയറ്റ്നാമും വരെ പരന്നെടുക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ക്രോസ് സാമ്പിളാണ് ശബരിമല ജനവിഭാഗം, ഒറിജിനൽ ജനവിഭാഗം.